ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബേസിൽ കുറെ പേരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, കേസ് കൊടുത്തില്ലെങ്കിലും പുറത്ത് മീഡിയയിൽ വന്നിട്ട് അവരനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻ പല സിനിമാ സെറ്റുകളിലും പല വ്യക്തികളിൽ നിന്നും അവരനുഭവിച്ച ആ ഒരു ക്രൂരതയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ റിപ്പോർട്ടർ ടിവിയിലും ഇതുപോലൊരു അതിജീവത വന്ന് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ക്രൂരമായി പീഡിപ്പിച്ചു. പടവെട്ട് സംവിധായകൻ ലിജു കൃഷ്ണയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി അതിജീവത, വെളിപ്പെടുത്തൽ റിപ്പോർട്ടറിലൂടെ. ഓക്കെ, അപ്പോൾ അവർ സംസാരിച്ചതിന്റെ ആ ഒരു ഭാഗം ഞാൻ അവിടെ വയ്ക്കാം. നിങ്ങൾക്ക് അതിന്റെ ഒരു ഇന്റൻസിറ്റി അപ്പോഴേ മനസ്സിലാവും എത്രത്തോളം സർവൈവ് ചെയ്തു എന്നുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നടന്ന സംഭവമാണ് എന്റേതെന്നുള്ളത്. മറ്റൊന്നെന്ന് പറയുന്നത്, ഞാൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമുള്ള വ്യക്തിയല്ല. ഞാൻ പുറത്തുള്ള വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ പറയുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ഇൻഫർമേഷൻസിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് സിനിമയ്ക്കുള്ളിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഹറാസ്മെന്റ് എല്ലാം വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, സിനിമയ്ക്ക് പുറത്തുള്ള സ്ത്രീകളെ ഉള്ളില് ഇവർക്ക് കിട്ടുന്ന പവറും പ്രിവിലേജും വെച്ചിട്ട് കൃത്യമായി ഇരയാക്കുന്നുണ്ട്. അതില് അവർക്ക് സോഷ്യൽ പ്രിവിലേജ് ഇല്ലാത്തത് കൊണ്ടാവാം, എക്കണോമിക്കൽ പ്രിവിലേജ് ഇല്ലാത്തത് കൊണ്ടാവാം, പല കാരണത്താലും. അത് മാത്രമല്ല, ഒരു റേപ്പ് നേരിടുന്ന ഒരു കോമൺ വുമൻ അവര് നേരിടുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള PTSD, ഡിപ്രഷൻ, അവർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും കാരണം എത്രത്തോളം അതിജീവിച്ച് പുറത്തേക്ക് അവർക്ക് ശബ്ദിക്കാൻ കഴിയണമെന്നില്ല. ഞാൻ പോലും റേപ്പിന് ശേഷം 2 വർഷമാണ് എന്നെ ഒപ്രസ് ചെയ്ത് വെച്ചത്. കൂടെയുള്ള അയാളുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആള് എന്നെ റേപ്പ് ചെയ്യുമെന്നുള്ള ഭീഷണി. ഐ ലവ് സെക്സ്, ഐ ലൈക്ക് ടു ഡു സെക്സ് എന്നാണ് അയാൾ പറഞ്ഞത്. എനിക്ക് സ്ത്രീയുടെ മുഖമല്ല ഇഷ്ടം, സ്ത്രീകളുടെ ശരീരമാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞുകൊണ്ടാണ് അയാൾ എന്നെ റേപ്പ് ചെയ്തത്. സ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട് അയാൾ പറഞ്ഞ വേർഡ്സ്. എന്റെ ചെവിയിൽ ഇന്നും ഞാൻ ഉറങ്ങുമ്പോൾ രാത്രികളിൽ എന്റെ ചെവികളിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടോണ്ടിരിക്കും. ഞാൻ ഡിസോസിയേറ്റഡ് ആവാറുണ്ട്, എന്റെ ബോഡി റീലിവ് ചെയ്യാറുണ്ട് ട്രോമ. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ സൈബർ ഇടങ്ങളിൽ ഇരുന്ന് എന്നെ പോലെ സർവൈവേഴ്സ് സംസാരിക്കുമ്പോൾ അവരെ ബുള്ളി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരെ അബ്യൂസീവായിട്ടുള്ള കമന്റ് ചെയ്യുന്ന ആൾക്കാർ കേൾക്കേണ്ടത്, ഒരു സർവൈവറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സർവൈവറെ ജീവിക്കുന്ന ഇടത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ? അവരനുഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങളെ കാണാനോ കേൾക്കാനോ നിങ്ങൾക്ക് ഇടയായിട്ടുണ്ടോ? ഇല്ല. ഇവര് ഈ പറഞ്ഞ കാര്യങ്ങള് ആക്ച്വലി ഇതിന് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ ഒരു ഇൻസിഡന്റ് പിന്നെ അവര് സർവൈവ് ചെയ്തത് ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ സർവൈവ് ചെയ്ത് വന്ന ഒരു ലേഡിയാണ് ഈ അതിജീവത. പ്രത്യേകിച്ച് ഈ പെർട്ടിക്കുലർ കേസിൽ ഇവർക്കെതിരെ ഈ ലിജു കൃഷ്ണ എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അടിച്ചു വിട്ട് ഇവർക്കെതിരെ ഒരു ഭയങ്കരമായ സൈബർ കാര്യങ്ങളൊക്കെ, സൈബർ അറ്റാക്ക് ഒക്കെ നടത്തിയ ഒരു ടൈം വരെ ഉണ്ടായിരുന്നു. ഈ കേസ് നടന്നത് കുറച്ചു കാലം മുമ്പാണ്. ഓക്കെ, സിനിമ കഴിഞ്ഞല്ലോ ഇറങ്ങി, പടവെട്ട ലാസ്റ്റ് ഇയർ അങ്ങനെയാണ് ലാസ്റ്റ് ഇയർ ആണ് പടം ഇറങ്ങിയത്. എന്താണെങ്കിലും ഇതിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ഈ ഒരു ഇൻസിഡന്റ് ഈ ലേഡിക്ക് ഉണ്ടായത്. അപ്പൊ അന്ന് തന്നെ ഇത് ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വുമൺ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിലാണ് സംവിധായകൻ ലിജു കൃഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ കുറിപ്പ്. 2020 ഫെബ്രുവരി മുതൽ ലിജുവിനെ അറിയാം. പടവെട്ടെന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ആവശ്യത്തിനായി വാടകയ്ക്കെടുത്ത വീട്ടിലെത്തിച്ചായിരുന്നു ആദ്യം ബലാത്സംഗം ചെയ്തത്. ക്രൂര പീഡനം നേരിട്ടതിന് പിന്നാലെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞെങ്കിലും ലിജു കൂട്ടാക്കിയില്ല. ശാരീരികമായും മാനസികമായും തളർന്നു. പിന്നീട് 2020 ഒക്ടോബറിൽ സിനിമയുടെ ആവശ്യങ്ങൾക്കായി വീണ്ടും ഒരുമിച്ചു. അവിടെയും ബലപ്രയോഗത്തിലൂടെ ലൈംഗിക പീഡനം തുടർന്നു. 2021 ജനുവരിയിൽ ഗർഭിണിയാണെന്നറിഞ്ഞ് അബോർഷൻ ചെയ്തു. 2021 ജൂണിൽ ലിജുവിന്റെ കണ്ണൂരിലെ വീട്ടിൽ സിനിമയുടെ പ്രവർത്തനങ്ങൾക്കായി ഒത്തുകൂടി. വീട്ടിൽ വെച്ചും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പുറത്തു പറയുമെന്നായതോടെ പടവെട്ടെന്ന സിനിമയുടെ നിർമ്മാതാവിനെയും ലിജുവിന്റെ സുഹൃത്തിനെയും മുന്നിൽ നിർത്തി സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ
കെട്ടിയിട്ട് ചെയ്യുന്നതാണ് ബലാത്സംഗമെന്നും അല്ലാത്തതൊന്നും ബലാത്സംഗമല്ലെന്നും പറഞ്ഞ ലിജു താൻ പുറത്തു പറയുന്നത് ആരും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ് കളിയാക്കി. പിന്നീടാണ് നിയമ നടപടിയിലേക്ക് നീങ്ങിയത്. യുവതിക്ക് പിന്തുണയുമായി വിമൺ ഇൻ സിനിമ കളക്റ്റീവ് രംഗത്തെത്തി. ലിജുവിനെ സിനിമയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാ സിനിമാ സംഘടനകളിൽ നിന്നും അംഗത്വം റദ്ദാക്കണമെന്നും പറഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ സിനിമാ സെറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ലിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ ന്യൂസ് ഓൾറെഡി വന്നൊരു ന്യൂസാണ്. ആൻഡ് ഇവിടെ എന്താ അറിയോ, ഞാൻ ഇപ്പോ നമ്മൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് AMMA എന്ന് പറഞ്ഞൊരു അസോസിയേഷനിലും അതിലുള്ള നടന്മാരെയും നടിമാരെയും എസ്പെഷ്യലി നടന്മാരെ നേരെയാണ് എല്ലാവരുടെയും ഫോക്കസ് പോകുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എത്ര നടന്മാര് അവരുടെ നമ്പറിനേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കും ഞാൻ പറയുമ്പോൾ ഈ അസോസിയേറ്റ്സ്, മനസ്സിലായോ, അസിസ്റ്റൻസ്, ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, കൺട്രോളേഴ്സ്, പിന്നെ ഈ എന്താ പറയാ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഫീഡ് ചെയ്യുന്ന കോർഡിനേറ്റേഴ്സ്, ഇവരൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നമ്പറിൽ കൂടുതൽ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ഈ പ്രവൃത്തി ഒരു വളരെ മോശമായ രീതിയിൽ സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ യൂസ് ചെയ്യുന്നത് ഇവരുടെ നമ്പറാവും കൂടുതൽ. പക്ഷെ നമുക്കിപ്പോഴും സൊസൈറ്റി എപ്പോഴും നോക്കുന്നത് AMMA അസോസിയേഷനിൽ ഏതെങ്കിലും പ്രമുഖ നടനുണ്ട്, ക്യൂരിയോസിറ്റി അതിലായിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഗ്രാവിറ്റി കിടക്കുന്നത് സിനിമയിൽ ഇത്രയും മോശം സിറ്റുവേഷൻ ഉണ്ടാക്കി വെക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ലോവർ ലെവലിൽ ഇരിക്കുന്ന, അതായത് അധികം പുറത്തേക്ക് ഇവരുടെ പേര് ഫെമിലിയർ അല്ല, ഇവരത്ര ഫെയിം അല്ല, പക്ഷെ ഇവരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. സിനിമയുടെ പേര് പറഞ്ഞും ചാൻസ് കൊടുക്കാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. അവരുടെ പേരൊക്കെ സത്യം പറഞ്ഞാൽ പുറത്ത് വരണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചില ഇങ്ങനത്തെ ആളുകൾ, അതായത് ഈ അസോസിയേറ്റ്സ്, അസിസ്റ്റൻസ്, ഇങ്ങനത്തെ ആളുകൾ ഈ പറഞ്ഞ പ്രമുഖ നടന്മാർക്കോ അല്ലെങ്കിൽ പ്രമുഖ ഡയറക്ടർക്കോ പ്രമുഖ പ്രൊഡ്യൂസർക്കോ വേണ്ടിയും പ്രവർത്തിക്കും. അത് വേറൊരു ഫാക്ടർ അതിനകത്തുണ്ട്. പിന്നെ എനിക്ക് ഈ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർ, അതായത് കൊങ്ങികളോടും കമ്മികളോടും സംഘികളോടും സുഡാപ്പികളോടും ചോദിക്കാനുള്ളത്, നാണമുണ്ടോ നിങ്ങൾക്ക് ഒരിത്തിരിയെങ്കിലും നാണവും മാനവും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇവിടെ എത്ര ഈ AMMA അസോസിയേഷൻ ഉണ്ട്, ഫെഫ്ക ഉണ്ട്, കുറേ അസോസിയേഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്നിന്റെ മുന്നിൽ പോയി നിങ്ങൾക്ക് ഒരു കൊടി വെച്ച് സമരം വിളിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഒരു മാർച്ച് നടത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു സ്കൂളിലോ കോളേജിലോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പഠിപ്പ് മുടക്കൽ സമരം, മറ്റേ സമരം, എന്തൊക്കെ പരിപാടികൾ ഇവിടെ നടത്തും. പേടിയാണോ? ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് 4 കൊടി വെച്ചിട്ട് മറ്റേ ജയ് വിളിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും? ചോദിക്കാൻ പറ്റുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ അമ്മയുടെ ആ പ്രോഗ്രാം എന്തോ നടക്കുന്നത്, ഒരാൾ അവിടെ പോയി ഒരു കൊടി പിടിച്ചിട്ടുണ്ട്, ഇൻകിലാബ് വിളിച്ചിട്ട് പോരാ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്. അതും തന്നെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ പറയാ, നിങ്ങൾ തമ്മിലുള്ള അന്തർധാര സജീവമാണ്. മനസ്സിലായ? അത് കൊങ്ങിയാണെങ്കിലും കമ്മിയാണെങ്കിലും സംഖ്യയാണെങ്കിലും സുഡാപ്പിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെയൊക്കെ അന്തർധാര ഭയങ്കര സജീവമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കടയിലാണ് ഒരു പീഡനം നടന്നതായിട്ട് ഒരു പരാതി ലഭിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു സ്കൂള്, കോളേജ്, ഹോസ്പിറ്റല്, വേണ്ട ഇനി പോലീസ് സ്റ്റേഷനിൽ ഒരു പീഡനം നടന്നു എന്നുള്ളത് തന്നെ എവിടെയെങ്കിലും പുറത്ത് റിപ്പോർട്ട് വന്നാൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി കൊടിയും പിടിച്ചിരിക്കില്ല. എന്തുകൊണ്ടേ നിങ്ങളെ കൊണ്ട് ഇതിന്റെ മുകളിൽ ഒരു കൊടി പോയി പിടിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി ഇരിക്കാൻ പറ്റാത്തത്? പിന്നെ എന്ത് രാഷ്ട്രീയക്കാരുടെ നാട്ടിൽ ഈ പറയുന്നത്, നിങ്ങൾ എന്ത് ചിലക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാനറും കൊടിയും പിടിച്ച് നാട്ടുകാരെ സ്വൈരമായിട്ടുള്ള നമ്മളെന്ത് സഞ്ചാരം മുടക്കാൻ റോട്ടിൽ ബാനറും വിളിച്ച് ഇറങ്ങൂലോ, മാർച്ചും വിളിച്ചിട്ട്. എന്തെവിടെ ഈ നടന്മാരെ പേര് പുറത്തു വരണം, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആളുകളുടെ പേര് പുറത്തു വരണം എന്നിട്ട് എന്തെങ്കിലും ഒന്ന് ജയ് വിളിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ നാട്ടുകാർ, അല്ലെങ്കിൽ നിങ്ങൾ ജയ് വിളിച്ചു പോകുമ്പോൾ നാട്ടുകാരെ വാലോക്കരിന്ന് കേൾക്കും. ഇങ്ങനെ സാധനത്തിനാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് സാധാരണക്കാരുടെ കാര്യത്തിനൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. നമ്മളെക്കാളും കുറച്ച് പൈസയും പവറുള്ള ഞാൻ ഇന്നലെ ആലോചിക്കുക, ചേടാ ഇതെന്താ ഒരു പാർട്ടിയിലും അല്ലെങ്കിൽ DYFI, KSU, അങ്ങേ ഇങ്ങേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ. ഞാൻ നോക്കുമ്പോ ഇതാരുമില്ല. ഒരാള് പോലും ഒരു കൊടി പിടിച്ച് അവിടെ പോയി ഒരു സമരം വിളിക്കാൻ പോലും ഒരു മനുഷ്യനെ കാണുന്നില്ല, ഒരു പ്രതിഷേധ മാർച്ച് പോലും കാണുന്നില്ല, ഒരു പെറ്റീഷൻ കൊടുക്കണ കണ്ടിട്ടില്ല, ഒരു ഹർജി കൊടുക്കണ കണ്ടിട്ടില്ല. എന്തോന്നാണ് എന്താ അത് പോട്ട്, എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പിന്നുള്ളൊരു ക്ലാരിറ്റി കുറവ് ഇതിലെന്ന് പറഞ്ഞാൽ കമ്മീഷനും കമ്മിറ്റിയും അങ്ങനെ ഒരു ഭയങ്കര സീൻ. ഈ കമ്മീഷൻ ആയിട്ടാണ്, ഹേമ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കേസ് എടുക്കാൻ ശുപാർശ ചെയ്യാം. അവര് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഒരു ലീഗൽ ബോഡി ആയിട്ട്
ഇത് ഹേമ കമ്മീഷൻ, ഇത് കമ്മിറ്റിയാണ്. കമ്മിറ്റി. ഇത് എനിക്ക് തോന്നുന്നത് ഇവര് ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടാണോ ഇവർ ഓതറൈസ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. തുടക്കത്തിൽ കമ്മീഷൻ ആയിരുന്നില്ല, ആദ്യം കമ്മീഷൻ ആയിരുന്നു, പിന്നെ അത് കമ്മിറ്റി ആക്കിയതാണോ? അങ്ങനെ കമ്മിറ്റി ആക്കിയതാണെന്നുണ്ടെങ്കിൽ അതിലെന്തോ കളിയുണ്ട്. കാരണം കമ്മീഷൻ ആയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ്. ഇപ്പൊ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതൊരു സ്റ്റഡി റിപ്പോർട്ടാണ്. സ്റ്റഡി റിപ്പോർട്ടിന് മുകളിൽ കേസ് എടുക്കാൻ പറ്റില്ല. ആരെങ്കിലും എന്ത് വരണം, കേസ് കോൺക്ലേവ് വെക്കാൻ പോവാ. എന്ത് കോൺക്ലേവ്? ഇത് കോൺക്ലേവ് വെക്കാൻ പോകുന്നു. ഇതില് ഏത് ഈ റിപ്പോർട്ട് വന്നതിൽ കോൺക്ലേവ് വെക്കാൻ പോകുന്നതാണ് സിനിമാ മന്ത്രി പറഞ്ഞത്. എന്ത് കോൺക്ലേവ് സിനിമാ മന്ത്രി പറഞ്ഞത്? സിനിമാ മന്ത്രി കസാലിട്ട് നടുവിലിരുന്നിട്ട് പീഡിപ്പിച്ചവരപ്പുറത്തും പീഡിപ്പിക്കപ്പെട്ടവർ ഇപ്പുറത്തും ഇരിക്കുമ്പോ മന്ത്രി അതിന്റെ നടുവിലിരുന്ന് പഴം കഴിക്കുവോ? അതാണോ ഈ കോൺക്ലേവ്? അതോ ഇരട്ടച്ചങ്കരം കൊടുന്നു അവിടെ നടുവിലിരുത്തുവോ? അല്ല എന്താ ചെയ്യാൻ പോയി? എന്താണെങ്കിൽ ഇരട്ടച്ചങ്കരൊക്കെ വരുന്ന എല്ലാവരും വെള്ളയും കറുപ്പറിയിടൊന്നും. എന്ത് നാടടേ ഇത്! ഇവിടുത്തെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മളെ കോമാളികളാക്കല്ല, നിങ്ങൾ കോമാളികളാണെന്നുള്ളത് നമ്മളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചു തരും. അല്ലാതെ എന്ത് പറയാ, അതിപ്പോ ഇനി തുടർന്നുകൊണ്ടേ പോകും. സിനിമാക്കാരനായ ഒരു കേന്ദ്ര സഹമന്ത്രി, സിനിമാക്കാരനായ ഒരു സ്റ്റേറ്റ് മന്ത്രി, സിനിമാക്കാരനായ MLA MP പലരും ഉണ്ട് സിനിമാക്കാരാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ പ്രതിഷേധിക്കുക? എല്ലാരും അതിലുള്ള ആൾക്കാരല്ലേ. പിന്നെ ഇവര് ഈ നേരത്തെ റിപ്പോർട്ടർ ചാനലിൽ സംസാരിച്ച ഈ അതിജീവിത പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് തന്നെയാണ് പാർവതി തിരുവോത്ത് ഇന്നലെ അവർ എല്ലാ ചാനലിലും ബൈറ്റ് കൊടുത്തപ്പോ പറഞ്ഞത്. ഇവിടെ വന്ന് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവര് നേരിടേണ്ടി വരുന്ന ഒരു സൈബർ ബുള്ളിങ്. ഈ സൈബർ ബുള്ളിങ് ഞാൻ പറയട്ടെ, ഇത് സൊസൈറ്റി അവരോട് ചോദിക്കുന്നത് ഒരു ഭാഗമാണ്. പക്ഷേ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല, സൊസൈറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ ഇരട്ടി ഈ സിനിമ PR-കൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർക്കെതിരെ. ഇപ്പൊ നമ്മുടെയൊക്കെ വീഡിയോസിനിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സിനിമ PR വേറെ രസമുണ്ട്. ഞാൻ വേറൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് സിനിമ PR-ന്റെ കളിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വീഡിയോ ഇപ്പൊ ഈ 2-3 ദിവസമായിട്ട് വീഡിയോസ് വരുന്നുണ്ടല്ലോ. ഇന്നലെ മുതലുള്ള വീഡിയോസിന്റെ അടിയിൽ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. എന്റെ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ബാക്കി ചാനലുകളുടെ അടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. മുല്ലപ്പെരിയാർ എവിടെ? മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കൂ. മുല്ലപ്പെരിയാറിന്റെ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ പറയും? വയനാട് ദുരന്തം, വയനാട്ടിലുള്ള ആളുകൾക്ക് നിങ്ങൾ എല്ലാവരും കൂടി കൊടുത്ത സഹായങ്ങൾ കൃത്യമായി എത്തുന്നുണ്ടോ? നിങ്ങൾ വയനാടിനെ കുറിച്ച്, മുല്ലപ്പെരിയാറിനെ കുറിച്ച്, നിങ്ങൾ പിന്നെ മറ്റേ എന്താ ഇതിനെ കുറിച്ച്, അല്ലല്ല അർജുൻ അതുണ്ട്, ഷിരൂർ അർജുനെ കുറിച്ച്, പിന്നെ നമ്മുടെ വേറൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ട്, കാഫിർ പ്രശ്നത്തിനെ കുറിച്ച്. എടീ PR-കൾ ഇറങ്ങി കമന്റ് ബോക്സിൽ ഇപ്പൊ എന്താ പറയുന്നത്? പിന്നെ ഓരോ ആളുകളെ നോക്കിയിട്ട് ഇന്ന നോക്കിയിട്ടാണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന നോക്കിയിട്ട് എന്താ പറയാ അറിയോ? കാറിലിരിക്കുമ്പോ പുലി ബിഗ് ബോസ് പോയപ്പോ നിന്നെ ഞാൻ കണ്ടതാണ്. അല്ല, എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞിട്ടറിയോ? അതെന്തറിയോ, സായിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല എന്ന് കണ്ടപ്പോ നേരെ എന്നെ തിരിഞ്ഞിരിക്കാം. എനിക്കൊരു ചുക്കുമില്ല എന്തായാലും. അപ്പൊ ഇത് സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസാരിക്കുന്നവരെ ചോദ്യം ചെയ്യുന്നവരുടെ അറ്റ്ലീസ്റ്റ് കാറിനകത്തെങ്കിലും കാര്യം ചോദിക്കാനുള്ള ഒരു എന്താ പറയാ, നമ്മൾ അതെങ്കിലും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അല്ലാതെ ഇത് മറ്റേ ഇങ്ങളും എന്തായാലും ഈ പ്രവൃത്തി ചെയ്യുന്നവരെന്താ ചെയ്യുന്നവരെ ചെയ്തോണ്ടേ ഇരിക്കണം. നമ്മളൊന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ മറ്റേ എന്താ പറയാ, വെടിവെച്ചുണ്ടാവുന്ന രീതിയിലുള്ള മറ്റേ പ്രവൃത്തി ഉണ്ടല്ലോ, ഒളിച്ചിരുന്നുള്ള പരിപാടി, മുഖം മൂടി വെച്ചുള്ള, അതാണല്ലോ നടന്നുകൊണ്ടിരിക്കണേ. ഈ പരിപാടി നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊതുജനം അത് മനസ്സിലാക്കും. ഓക്കെ. പിന്നെ ഈ ലേഡി സർവൈവ് ചെയ്ത ഈ ഒരു ലേഡി സിറ്റുവേഷനിൽ, ഈ ഒരു അവസ്ഥയിലുള്ള ഈ ഒരു ലേഡി, ഇവരിതിനു മുമ്പ് ഇവരുടെ അവസ്ഥ മാതൃഭൂമി ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇവരെ പോലുള്ള ആളുകൾ അതിജീവത എന്ന് പറയുമ്പോൾ ചിലർക്ക് പുച്ഛമാണ്. അതിജീവത എന്ന് പറയുമ്പോൾ ചിലർക്ക് പുച്ഛമാണ്. അതിജീവത എന്ന് പറയുമ്പോൾ അവർക്ക് പുച്ഛത്തിൽ കാണും ചെയ്യും. ലാസ്റ്റ് എന്ത് ചെയ്യും? ഇവർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ ഞങ്ങളെ സിറ്റുവേഷനിൽ വന്നിട്ടില്ല, നിങ്ങൾ കണ്ടു കാണും പക്ഷെ അനുഭവിച്ചിട്ടില്ല എന്താന്നുള്ളത്. ഈ ലേഡി അനുഭവിച്ചത് എന്താന്നുള്ളത് അന്ന് ഈ ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് അന്ന് മാതൃഭൂമി ചാനലിൽ ഒരു ഡിസ്കഷൻ നടന്നപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട്. കേസ് തീർക്കാനും ചികിത്സ നിഷേധിക്കാനും തനിക്കെതിരെ ഇല്ലാ കഥകൾ ചുമക്കാനും പടവട്ട സിനിമയുടെ സംവിധായകൻ കൃഷ്ണയും അനുയായികളും നിരന്തരമായി ശ്രമിക്കുന്നുണ്ട് എന്നും ഇര വെളിപ്പെടുത്തുകയാണ്. ഒരു തെറാപ്പിസ്റ്റിനെ കാണണം, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞത് ഇതൊക്കെ ഫെമിനിസ്റ്റുകളല്ലേ, എന്ത് തെറാപ്പിയാണ് ഈ റേപ്പും ഇതുമൊക്കെ. ഇത്രയും ഞാൻ അയാളുടെ അടുത്ത് പറയാൻ ശ്രമിച്ചിട്ട് അതൊന്നും മനസ്സിലാവാത്ത പോലെ ഇതിനെ നോർമലൈസ് ചെയ്തിട്ട് റേപ്പിസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ. അവസാനം ഇത് പുറത്ത് വരുന്ന 2 ദിവസം മുന്നേ ഇവൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞപ്പോൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു. അവൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നാണല്ലോ.
അവൻ ഉടനെ അങ്ങനെ വരുത്തി അവിടെ എല്ലാവരും കല്യാണം കഴിക്കാൻ തയ്യാറാണത്രേ. അതായത് അവിടെ നിന്ന് എനിക്ക് ശബ്ദമില്ലാണ്ടായിപ്പോയി. ക്രോണിക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിലാണ് ആ പെൺകുട്ടി. അപ്പം വിശപ്പില്ലായ്മ, പിന്നെ അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, ചില സമയത്ത് ഓക്കാനം വരിക, പിന്നെ 2-3 ദിവസം മുമ്പേ വിറയലും ഒരുപാട് ഫിറ്റ്സ് പോലെയൊക്കെ വന്ന് നൊരയൊക്കെ വന്ന് അങ്ങനത്തെ നമുക്ക് എന്താ പറയുക വിവരിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് ആ കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടി ചുമരിൽ, ആശുപത്രിയുടെ ചുമരിൽ പലതും കുത്തി വരയ്ക്കുന്നുണ്ട്, പലതും എഴുതി വയ്ക്കുന്നുണ്ട്. ആ മനോവ്യാപാരങ്ങളൊക്കെ വ്യക്തമാക്കുന്നതാണോ ഈ പ്രവൃത്തി? അതായത് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ കുട്ടി അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സ്നേക്ക് ആൻഡ് ലാഡർ എന്താ പറയുക മൈൽ സ്റ്റോൺ അച്ചീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 7/8/22 എന്നാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അത് 2-3 ദിവസം മുമ്പേ. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താണ് സ്നേക്ക് ആൻഡ് ലാഡർ മൈൽ സ്റ്റോൺ അച്ചീവ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറയുകയാണ് ഞാൻ സ്നേക്ക് ആൻഡ് ലാഡർ കളി പൂർത്തീകരിച്ചു എന്ന്. അതായത് അതിനുപോലും ആ കുട്ടിയുടെ മാനസിക ശാരീരിക ആരോഗ്യം ഇത്രയും കാലം അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പ്രതി ആ കുട്ടീനെ അക്രമി മുഖത്തടിച്ചത് ഓർമ്മ വരുന്നു. സിഗരറ്റിൻ്റെ മണമൊക്കെ കേൾക്കുമ്പം മുഖത്തേക്ക് സിഗരറ്റിൻ്റെ പുക ഊതിയതൊക്കെ ഓർമ്മ വരുന്നു. അങ്ങനെ എല്ലാം അവളുടെ നടന്ന സംഭവമായിട്ടും ട്രോമയുമായിട്ടും ഒക്കെ എല്ലാം അവളെ ട്രിഗർ ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ കടന്നുപോയൊരു സിറ്റുവേഷൻ, അതിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്നിട്ടാണ് ഇന്ന് അവരെന്ത് ചെയ്യുന്നത്, റിപ്പോർട്ടർ ചാനലിൽ സംസാരിക്കുന്നത്. ഇത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അവരവരുടെ ലൈഫിൽ അവരുടെ സൈഡിൽ നിന്ന് ചെയ്യുന്ന പരിപാടികൾ എന്തായാലും ഒരു പൈസയും പവറും അതിന്റെ സത്യം പറഞ്ഞല്ലോ അത് തന്നെയാണ് മെയിൻ സംഭവം. പൈസയും പവർ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ളത് എല്ലാവർക്കും അറിയാം. പവർ കംസ് ഫ്രം പൊളിറ്റിക്സ്, പൈസ കംസ് ഫ്രം സിനിമ, ബിസിനസ്. ഓക്കെ, ബിസിനസ് നടണം. അപ്പൊ ഫൈൻ. അപ്പൊ ഇതൊരു സൈഡില്. ഇനി അടുത്തത് വേറെ ലേഡി വന്നിട്ട് അവർക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാസികയിൽ വന്നിട്ടുള്ളതിൽ തീരുമാനം എന്ന് പറഞ്ഞ മൂവിയാ. അതിൽ അസോസിയേറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് കിട്ടുന്നില്ല, ഞാൻ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അസോസിയേറ്റ് ഞാനിങ്ങനെ എഴുതുമായിരുന്നു. അപ്പം സാറ് പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങി. അങ്ങനെ ആ എഴുത്ത് ഞാൻ എങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ എപ്പിസോഡായിട്ട് ഇങ്ങനെ എഴുതിയപ്പം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട്, അവരൊക്കെ പറഞ്ഞു ഇത് സിനിമയായിട്ട് എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ എൻ്റെ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു. അങ്ങനെ ഈ മമ്മൂക്കയുടെ സിനിമ നടക്കുന്ന മമ്മൂക്കയുടെ പെങ്ങളെ മകന്റെ ഷൂട്ട് നടക്കുന്ന ബിനീഷ് മഠത്തിന്റെ ആ സാറടുത്ത് ഞാൻ സാറിനെ കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ മൂവീസിൽ എവിടെ പോയി കഴിഞ്ഞാലും അവരെ സംസാരം വേറൊരു രീതിയിലാണ്. പക്ഷെ അവരെ ആരും ആയിക്കോട്ടെ പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നോട് ഒരാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു ബിഹേവിങ് അല്ല, അവരെ ക്യാരക്ടർ ഉണ്ട്, അതാണല്ലോ നമ്മൾ പുറമെ നമ്മൾ കാണാത്ത. പക്ഷെ ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു എൻ്റെ ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ സാറടുത്ത് പറഞ്ഞു സാറേ ഇത് നടക്കൂല, അസോസിയേറ്റ് ഇങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരുടെ അടുത്ത് ചോദിച്ചു. ഞാനല്ല, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ മറ്റൊരാളല്ല എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ക്രിപ്റ്റ് ഞാൻ അവിടെ എനിക്ക് ശരിയാവില്ല. ഞാൻ എൻ്റെ സിനിമ രാത്രി ഇരുന്നിട്ട് എഴുതും. പകല് ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റാ. അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണമെന്ന്. ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം, 1.5 ലക്ഷം രൂപയോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്കുതർക്കം ഉണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി. എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അഭിനയിക്കാനും എഴുതാൻ ഒക്കെ ഉള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട്. പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ്. ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ച് 3ാമത്തെ ദിവസമായപ്പോൾ 2-ോ 3ാമത്തെ ദിവസമാണ്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും, ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ എന്തോ റെസ്റ്റോറൻറ്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് സാറ് വിളിച്ചത്. കാരണം എൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഏജ് ആയിരിക്കും. എനിക്ക് സങ്കടം വരിക ഇപ്പോഴും പറയുമ്പോൾ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ സീന് കട്ട് ചെയ്യും. പിന്നെ മാമുക്കോയ അങ്കിള്
നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അവിടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു. പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂറ് പോകുമ്പോലെ വണ്ടിയിൽ കാറിൽ പോകണം. ഞാൻ കോൾ ചെയ്തു, എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക. വേറെ കോൾ ചെയ്യുമ്പോൾ ഭാര്യയുണ്ട് എല്ലാം പറയാം. അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട്. ഞാനിപ്പോ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അസോസിയേറ്റ് പറഞ്ഞാൽ അത് ഞാൻ ഒഴിവാക്കി. പിന്നെ ഞാൻ എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ആലത്തൂർ പേര് കിട്ടുന്നില്ല, നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ലൗഡ് സ്പീക്കർ ചെയ്തിട്ടുള്ള അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുക. 1 കോടിയാണ് അതിന് ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോളി ആൻറ്റിക്ക് അറിയാം, അവർ പറയുമോ എന്തോ എനിക്കറിയില്ല, ഒരു എവിഡൻസ് അറിയുന്ന ഒരു വ്യക്തിയാണത്. അപ്പം ഞാൻ രാത്രി അവരുടെ അടുത്ത് പോയിട്ട് കഥ പറയണം. പകല് പറയാലോ, അത് പിന്നീട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖച്ചായ എല്ലാം മാറും. ഞാൻ അവരോട് പിണങ്ങാനും നിന്നിട്ടില്ല, ഒന്നും നിന്നിട്ടില്ല. രാത്രി ചെന്നിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അവരാവശ്യപ്പെട്ടത്. അപ്പൊ ഞാൻ അത് വേണ്ടെന്നും വെച്ചു. ഏകദേശം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ആളല്ല. ഏതൊരു പെണ്ണിനും ഒരാണ് തെറ്റായ രീതിയിൽ നോക്കിയാൽ അവൾക്ക് മനസ്സിലാവും അത് ശരിയല്ലെങ്കിൽ മാറി നിൽക്കും. ഇന്റർവെൽ കുട്ടൻ എന്താണ് ഇന്റർവെൽ കുട്ടൻ? ഇതൊക്കെ ആരോപണങ്ങളല്ലേ? ആരോപണങ്ങളാണ്. ആരോപണങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ശരീരം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മുഖം അടിച്ചു അല്ല. വേറൊരു കാര്യം ഈ മുഖം അടിച്ചു പൊട്ടിക്കാൻ പോണതിന് മുന്നേ ഒരു കാര്യം ആലോചിക്കണം. കൺസെൻഷ്യൽ സാധനമുണ്ട്. അതായത് കൺസെന്റ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ഇതിൽ ഈ മുഖം അടിച്ചു പൊട്ടിക്കണം, കൊല്ലണം, തല്ലണം എന്നൊക്കെ ഒരു വികാരത്തിന്റെ പുറത്ത് പറയാം. പക്ഷെ ഞാൻ പറയാണ്, ഇപ്പൊ ഒരു സിനിമ സെറ്റില് നീ എവിടെ ഈ സിനിമ വിട്ടോ, ഏതൊരു ഒന്നും വേണ്ട, സൊസൈറ്റിയിൽ തന്നെ 2 വ്യക്തികൾ 2 പേർക്കും ഓക്കെയാണ്, ഒരു കൺസെന്റ് ഉണ്ട് അവിടെ, അവർക്ക് സെക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമോ കാര്യങ്ങളൊന്നും ഇല്ല, അവർക്ക് ചെയ്യാം. ഇത് കൺസെന്റ് ഒക്കെ വിട്ട് ത്രട്ടനിങ്ങിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ പിടിച്ചു വെച്ച് റേപ്പ് ചെയ്യുമ്പോഴാണ് ഇതൊരു വിഷയമാവുന്നത്. ഇതിന് വേറൊരു സൈഡ് കുഞ്ഞുണ്ട്, അതും കൂടി പറയണം. കൺസെന്റ് എടുത്ത് ഒരു റിലേഷനിൽ പോയി, അതൊരു ഫിസിക്കൽ റിലേഷൻ ആയി, അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞ് ആണിനെതിരെ കേസ് കൊടുക്കുന്ന സ്ത്രീകളും നാട്ടിലുണ്ട്. അതും ഇല്ലാന്ന് പറയരുത്. ഇങ്ങനെ ചോദിക്കണത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മളോട് ഒരാളുടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നവർ സൊസൈറ്റിയിൽ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനൊന്നുമില്ല. ആക്സെപ്റ്റ് ചെയ്യുന്നവരില്ല എന്ന് പറയാൻ പറ്റും. ആക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്, കൺസെന്റ് എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. സൊസൈറ്റി ഞാൻ പറയുമ്പോ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ 20-30 ഇയേഴ്സ്, ലെറ്റ്സ് സേ ഒരു 30-40 കൊല്ലത്തിന് ശേഷം നമ്മൾ ഈ ഡിസ്കഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്നത്തെ യങ് ജനറേഷൻ കേൾക്കുമ്പോൾ ശരിക്കും കളിയാക്കി നമ്മൾ എന്ത് ചെയ്യും, ഏതാണ് ഈ തന്തകള് തള്ളകള് എന്തുവാ ഇവിടെ ചോദിക്കും. ഇപ്പൊ നമുക്കിപ്പോ ഒരു നാളെ നമ്മൾ അടുത്തൊരു ജനറേഷൻ നമ്മൾ കാണും. ആ കാണുന്ന ടൈമിൽ ഇപ്പോ അവര് ചിലപ്പോ എന്താ പറയുക, അവരുടെ ആ ഒരു എന്താ പറയാ ഒരു 25-30 ആ ടൈമിലൊക്കെ അവർക്ക് ചിലപ്പോ 2 പേര് പരസ്പര താല്പര്യത്തിൽ ചെയ്യുന്ന സെക്സ് ഒന്നും വലിയ വിഷയമൊന്നും ആവില്ല. അവർക്ക് കോമൺ ആയിരിക്കും, വളരെ കോമൺ ആവും ആ ഒരു സൊസൈറ്റിയില്. പിന്നെ അതൊരു കേസിലേക്കോ കാര്യത്തിലേക്കോ പോകുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, മാറ്റങ്ങൾ സംഭവിക്കേണ്ടത്. അതായത് കണ്ടുപിടിക്കാൻ പറ്റണം ഫേക്ക് ഏതാ ജെനുവിൻ ഏതാ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും സൊസൈറ്റിയിൽ. അതായത് യഥാർത്ഥത്തിൽ സർവൈവ് ചെയ്ത് വരുന്ന ഒരു ഇരയെ കണ്ടാൽ പോലും നാളെ സൊസൈറ്റി ചോദ്യം ചെയ്യുന്നതോ കളിയാക്കുന്ന രീതിയിലോ ആവാൻ കാരണം ഇവിടുത്തെ നിയമങ്ങളാണ്. മനസ്സിലായോ? ഞാൻ പറയാം, ഞാൻ പറയില്ല ഇരുന്നിട്ട് എന്ത് അതങ്ങനെ മറ്റേ കാരണം ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ എന്താ പറഞ്ഞത്, അമ്മമാര് പെൺകുട്ടികളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്നുണ്ട്, നിർത്തി കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് പോയിട്ട് ഇവരെ കുറ്റം പറയാൻ പറ്റൂ? അപ്പൊ ചില ആളുകൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ വ്യക്തികള് എല്ലാവരെയും ആ കണ്ണിൽ കാണാൻ തുടങ്ങുകയാണ്. ഈസി ആയിട്ട് കിട്ടും. പിന്നെ നോ പറഞ്ഞ് രക്ഷപ്പെട്ടപ്പോ എല്ലാരും പറയുന്നുണ്ട് നോ ഇസ് എ നോ. പക്ഷെ ഈ നോ ഇസ് എ നോ പറയാനും പറ്റണം, അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ അപ്പുറത്ത് വേണം. നോ പറയാനും പറ്റണം, നോ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ അപ്പുറത്ത് വേണേനും വേണ്ടേ? ഇപ്പൊ സിനിമ ഫീൽഡില് ഇത്
പച്ച വെളിച്ചം പോലെ നമുക്ക് ക്ലിയർ ആണ് ഇവിടെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. അത് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമൊന്നുമല്ലല്ലോ, ലോക സിനിമയില് കോർപ്പറേറ്റില് കോർപ്പറേറ്റില് ബിസിനസ്സില് സൊസൈറ്റീന്റെ ഏത് തലത്തിലും ഈ ഒരു സംഗതി ഉണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റൂ? ഇല്ല. ചോദ്യം ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്ന ആളുകള് എന്താ പറയാ അട്രോഷ്യസ് ആയിട്ട് മറ്റേ എന്താ പറയാ പറ്റങ്ങോട്ട് കാമവെറി മൂത്ത് നടക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ അവന്മാരെ പിടിച്ച് എന്ത് ചെയ്യുക, പിടിച്ച് പഞ്ഞിക്കിടുക എന്നല്ലാതെ വേറെ വഴിയില്ല. അല്ലാതെ ചോദ്യം ചോദിക്കുന്നവരെ പറ്റ ഇല്ലാതാക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം സൊസൈറ്റി ഇവോൾവ് ചെയ്യുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വളരെ നോർമൽ ആയിരിക്കും. ഇന്ന മൈൻഡിൽ അങ്ങനെ തോന്നി ഈ ചോദ്യങ്ങളൊക്കെ വളരെ നോർമൽ ആയിട്ട് വരാൻ പോകും. അങ്ങനെ ചിന്തിക്കുമ്പോ കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ ശരിയാണ്. അതായത് കുറച്ച് കഴിഞ്ഞാൽ നോർമൽ ആവും. നോ പറഞ്ഞാല് ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് വിട്ടുപോണ ആൾക്കാരുണ്ടെങ്കിൽ നമ്മള് ബാംഗ്ലൂർ ജീവിച്ച ആൾക്കാരാ. നമ്മള് ബാംഗ്ലൂർ എത്ര കണ്ടിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമ്മള് ബാംഗ്ലൂർ ജീവിച്ച ആൾക്കാരാണ്. നമ്മള് ബാംഗ്ലൂരിൽ ഇതേപോലത്തെ സിറ്റുവേഷൻസ് പലതും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. സിറ്റുവേഷൻസ് ഹാപ്പൻസ്. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ നോ പറയുമ്പോഴും ആ നോ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ ചോദിച്ച ആ വ്യക്തിയും അല്ലെങ്കിൽ ഇത് കേട്ട് നോ പറഞ്ഞ ആളും തമ്മിൽ എന്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വയലൻസോ അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് വിട്ട പരിപാടിയൊന്നും അവിടെ കുറവാണ്. ഇനിയിപ്പോ സിനിമ ഫീൽഡ് ഉണ്ടോ അറിയില്ല. ഞാൻ പറയുന്നത് കോർപ്പറേറ്റ് ഫീൽഡിന്റെ കാര്യം പറയുന്നത്. നമ്മൾ കോർപ്പറേറ്റേ കണ്ടിട്ടുള്ളൂ. സോ വാട്ട് എവർ. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇത് AMMA അസോസിയേഷന്റെ അകത്തുള്ള പ്രമുഖ നടന്മാര് എന്ന് പറയുന്ന ആളുകളുടെ എന്തൊക്കെയാണ് കേസുകൾ ഉള്ളതെന്ന് അറിയാനാണ് പൊതുജനത്തിന് കൂടുതൽ താല്പര്യവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെയാണ്. പക്ഷെ സിനിമയുടെ യഥാർത്ഥത്തില് പ്രശ്നങ്ങൾ കിടക്കുന്നതിന്റെ റോക്ക് ബോട്ടം ഏറ്റവും അടിയിലാണ്. അടിത്തട്ടില് ഒരു സിനിമയുടെ കാസ്റ്റിംഗ് കൗച്ചൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിനിമ ഒരു ക്രാഫ്റ്റ് ആലോചിച്ച് തുടങ്ങുമ്പോ തന്നെ അതിലേക്ക് കാസ്റ്റിംഗ് വരുമ്പോ തന്നെ എന്ത് ഈ പരിപാടികൾ അറിഞ്ഞോ അറിയാതെയോ ആവാം. ഓക്കെ, അറിഞ്ഞോ അറിയാതെയോ ആവാം. ആൻഡ് വേറൊരു കാര്യമുണ്ട്, ഇപ്പത്തെ നടന്മാര് പല യങ് നടന്മാരും സ്നേഹിക്ക് തോന്നുന്നുണ്ടോ ഈ യങ് നടന്മാർക്ക് പഴയ നടന്മാരെ പോലെ അത്ര പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരാളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റുവേഷൻ സോഷ്യൽ മീഡിയ ഭയങ്കര പവർഫുൾ ആണ്. മീറ്റു പോലത്തെ ക്യാമ്പയിനുകളുണ്ട്. അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഒരു ചാറ്റോ ഈ ചാറ്റ് കൺസെന്റ് മ്യൂച്വൽ കൺസെന്റിന്റെ മുകളിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അത് വരില്ല. അല്ല അത് നടക്കില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓഫർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ അടുത്ത കേസാവും. അതെ, അപ്പൊ അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ മ്യൂച്വൽ കൺസെന്റിന്റെ മുകളിൽ ഈ റിലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരും ഉണ്ട്. ഇപ്പൊ യങ് ജനറേഷൻ എനിക്ക് കുറച്ചും കൂടി തോന്നുന്നത് ഈ സാധനം എന്ത് ചെയ്യുന്നുണ്ട്, വേറെ രീതിയിൽ അവരത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ഈ പഴയ കാലഘട്ടത്തിലെ സിനിമ, അതായത് പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 20-30 കൊല്ലം ബാക്കിലേക്ക് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. അപ്പൊ ഇനി ഒന്നുമല്ല, ഒരു 10-15 കൊല്ലം മുന്നേ നോക്കുമ്പോഴേ സോഷ്യൽ മീഡിയ കുറവാണ്. ഈ ജിയോ ഫ്രീ ആയിട്ട് മറ്റേ നെറ്റ് തന്നപ്പോഴാണ് ഈ സാധനത്തിന്റെ, പിന്നെ കൊറോണ ഒക്കെ വന്നോണ്ടാണ് ഈ സാധനത്തിന്റെ ഇതിലൊരു ഇൻവോൾവ്മെന്റ് ആളുകളുടെ ഒരു അഡിക്ഷൻ വന്നത്. ആ ടൈം മുതൽ ഇങ്ങോട്ട് നിങ്ങൾ നോക്കിയാ ഈ പറയുന്ന പ്രമുഖരടക്കം ഒന്ന് കാലെടുത്ത് പിന്നിൽ വെച്ചിട്ടുണ്ടാവും. അവർക്ക് അത്ര ഈസി ആയിട്ട് പരിപാടികൾ നടക്കില്ല. പക്ഷെ ഈസി ആയിട്ട് പരിപാടികൾ നടക്കുന്ന ആളുകൾ ആരൊക്കെയാ? ഈ പറഞ്ഞ അസോസിയേറ്റ്സ്, അസിസ്റ്റൻസ്, അങ്ങനത്തെ സിനിമ സെറ്റില് ആരും അറിയാത്ത, എന്നാൽ അവരെ കൂട്ടത്തിൽ അവർക്ക് ഇവര് മെയിൻ ആണ്. എല്ലാത്തിനും ഇടനില നിൽക്കുന്ന ഇടനിലക്കാർ. അവർ ഈ പെണ്ണ് വിഷയത്തിലും ഇടനില നിൽക്കും, മറ്റേ ലഹരി മയക്കുമരുന്ന് ആ വിഷയത്തിലും അവർ നിൽക്കും, എല്ലാ ഇടപാടിലും അവർ നിൽക്കും. അപ്പൊ അങ്ങനെയുള്ളവരുടെ നമ്പറാണ് ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ സൊസൈറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം AMMA അസോസിയേഷനും അതിലുള്ള പ്രമുഖരും മാത്രമാണ്. കാരണം നമുക്ക് മറ്റുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് പൊതുവെ സമൂഹ സൊസൈറ്റീന്റെ ഇതെന്താന്ന് വെച്ചാൽ അവർക്ക് ഫെമിലിയർ ഫേസുകളെ കുറിച്ച് അറിയണം. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ തുറന്നു പറയാം, വീഡിയോ ചെയ്യുന്ന നമ്മളാണെങ്കിൽ പോലും മോഹൻലാല്, ദിലീപ്, പക്ഷെ നമുക്ക് പേഴ്സണലി അങ്ങനെ ദേഷ്യം ഉണ്ടായിട്ടോ നമ്മൾ അങ്ങനെ ഞാൻ ഹോണസ്റ്റ്ലി ഞാൻ പറയാണ്, ഇപ്പൊ ഉള്ള ചാനലുകളും വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ അവർക്കാണെന്നുണ്ടെങ്കിലും വ്യൂവർഷിപ്പ് റിയലി മാറ്റേഴ്സ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോ ഞാൻ എന്റെ ഒരു കാര്യം പറയട്ടെ, എനിക്കെന്ന് തോന്നുന്നു നമ്മളൊക്കെ അത്രയും ഇഷ്ടപ്പെട്ട് നമ്മൾ അത്രയും ആരാധിച്ചു കൊണ്ട് നടക്കുന്ന ആൾക്കാരിൽ നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്.
സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. അപ്പൊ നമുക്കത് കേൾക്കാതെ ഇരിക്കാനാണ് ശരിക്കും താല്പര്യം. പക്ഷെ അത് നമ്മളെ പേഴ്സണലി നമുക്ക് ദേഷ്യം ഉണ്ടായിട്ട് ഒന്നുമില്ല. പക്ഷെ അത് നമുക്ക് സത്യം പറഞ്ഞോ ഒരു സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കേൾക്കാൻ ആരാന്നുള്ളത്. പക്ഷെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാര് പിന്നെ മറ്റേ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ നമുക്കത് ഭയങ്കര സങ്കടമുള്ള വിഷയം തന്നെയായിരുന്നു. നടി ആക്രമിച്ച കേസിൽ നടൻ കുടുങ്ങിയപ്പോ നമുക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യം. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളുടെ അടുത്ത് കിട്ടിയപ്പോൾ നമുക്കത് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ നമ്മുടെ മൈൻഡൊക്കെ ശരിക്കും പറഞ്ഞാൽ ആകെ മാറി ആ സമയത്ത്. എന്തായാലും സോ എന്താണെങ്കിലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോ ഞാൻ പറയുന്നത് പേരുകൾ വരണം വെച്ചാൽ ഡെഫിനറ്റ്ലി പേരുകൾ പുറത്തു വരണം. ഈ പേരുകളിൽ ഞാൻ ഇപ്പോഴും പറയുന്നു പ്രമുഖൻ ഉള്ളത് കൊണ്ടായിരിക്കും ഈ പേരുകൾ ഒളിപ്പിച്ചു വെച്ചേ എന്നുള്ളൊരു തോട്ട് എനിക്കില്ല. എൻ്റെ മൈൻഡിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രമുഖയോ ഈ പ്രമുഖ എന്നുള്ള ടേമിനേക്കാൾ കൂടുതൽ പവർഫുള്ളാണ് ഇതിനടിയിലുള്ള കോക്കസുകൾ. ഈ അസോസിയേറ്റ്സ് മറ്റോരും അങ്ങനെ ഇവർക്ക് ഈ പ്രമുഖരുടെ എല്ലാ കളി അറിയാം. ഇവരെ പേരുകൾ പുറത്തിട്ട് ഈ പ്രമുഖരുടെ സർവത്ര കളികരും ആര് പൊട്ടിക്കും? ഇവര് പൊട്ടിക്കും. പിന്നെ ഇതന്നെയാണ് പൊളിറ്റിക്സിലും നടക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിയും ഭരിക്കുന്നവരും മാറി മാറി വരും. ഉദ്യോഗസ്ഥരുമാരോ സെക്രട്ടേറിയറ്റിലും അവിടെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥര് മാറില്ലല്ലോ. ശരിക്കും നമ്മളെ ഭരിക്കുന്നത് ആരാ? ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. മനസ്സിലായ? അതേ സെറ്റപ്പ് തന്നെയാണ് സിനിമയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ടെക്നീഷ്യന്മാര് കാണാൻ പോണില്ലല്ലോ. അഭിനയിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ചിലപ്പോ ഒരു 2 പടം ജയിച്ചു, അടുത്ത 4 പടം പൊട്ടി ആൾ ഔട്ടായി അടുത്ത ആള് വരും. ടെക്നീഷ്യന്മാര് മാറുമോ? ഇല്ല. അപ്പൊ അവിടുന്ന് വേണം എന്ത് തുടങ്ങാൻ, കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് അവിടുന്ന് തുടങ്ങണം. അതിന് ഈ റിപ്പോർട്ട് ഹെൽപ്ഫുൾ ആവണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ളവരുടെ പേരുകൾ എന്ത് വരണം പുറത്ത് വന്ന് അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തിയാൽ സിനിമ നന്നാവും. അങ്ങനെ അത് മാത്രമൊന്നല്ല. അല്ല ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെയാണ് ഒന്നുകൂടി തോന്നുന്നു. അതുണ്ടാവും. പക്ഷെ അല്ല ഇനി നമുക്ക് പോണ്ടേ, സമയമായിട്ടോ ഞങ്ങൾ പോട്ടെ.